ജനിച്ചത് ചേർത്തല, സൗദിയിലാണ് വളർന്നതൊക്കെ. ഈ ഫുഡിങ് സ്റ്റൈലുമായിട്ട് നമ്മൾ യോജിച്ചു പോകണമല്ലോ, കുഴപ്പമില്ല അല്ലേ? ഇവളൊട്ടും കഴിക്കൂല. കഴിക്കുമ്പോ എനിക്ക് ചില സമയത്തൊക്കെ ഇറിറ്റേഷൻ വരും. ഞാൻ ഈ സ്നാക്ക് ചെയ്യുന്ന ആളാണ്. ആട് ചവയ്ക്കുന്ന പോലെ ചവച്ചോണ്ടിരിക്കാന്ന് പറയും. ഇന്നലെ രാത്രി എല്ലാം ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വയറൊക്കെ എന്തെങ്കിലും പോയ ഛർദിക്കുന്ന ഭാഗത്തിലാട്ടോ, എന്നിട്ടുണ്ട് പോയിട്ട് എന്തോ ലേസ് പോലത്തെ ഒരു സാധനം എടുത്ത് കൊണ്ടുവന്നിട്ട് ഐഷുബ ഇത് കഴിക്കുക. പിന്നെ എനിക്കത് വേണ്ട, പിന്നെ ഇക്ക ഫുള്ള് ഇരുന്ന് കഴിക്കുമല്ലോ, ഇക്ക ഫുള്ള് കഴിച്ച് ആകെ ഇതാന്നിട്ട് ഞാൻ കഴിക്കും. അതിന്റെ ബാക്കി ഇരിപ്പുണ്ട്, ഞാനത് ആലോചിച്ചു. ഞാൻ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ബാക്കി നമുക്ക് നാളെ കഴിക്കാം, എന്നിട്ട് വേഗം മൂടി വെച്ച്. ഹൈനാന, ഖുഷി, ഇപ്പോൾ മാമൻ, ഇതിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് ഹിറ്റാവുക എന്നൊക്കെ പറയുന്നത് അവിടെയും കുറച്ച് ഹിഷാമിനെ അറിയുന്നത്, ഹിഷാമിൻ്റെ ഇൻ്റർവ്യൂസ് ആ നാട്ടിലേക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഒരു സന്തോഷം. ഈ അടുത്ത് തമിഴ് ഇൻ്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരാൾ അവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലേ, അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അവിടുത്തെ അക്സെപ്റ്റൻസ് കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി, അത് ബൈ ഡീഫോൾട്ടാണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം എന്നെപ്പോലെ ഇപ്പം സ്വാസിക, ഐശ്വര്യലക്ഷ്മി, ഇവരൊക്കെ മാമനിലൊരു ഭാഗമാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ മലയാളികളെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ പോവുക. നമ്മൾ അവിടെ പോകുമ്പോൾ അവർ നമുക്ക് കാണിക്കുന്ന റെസ്പെക്റ്റ്, അവർ നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി ഭയങ്കര വലുതാണ്. ആ ഓഡിയൻസിലേക്ക് നമ്മുടെ മ്യൂസിക്കിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് പോലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇനിയുള്ള നമ്മുടെ വിസിനിറ്റി ഭയങ്കര വലുതാണ്. തെലുഗുവിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുന്നു, തമിഴിൽ പോയി വർക്ക് ചെയ്യുന്നു. നമുക്ക് പഴയ പോലെ ഒരു കമ്മ്യൂണിറ്റി ഓഫ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരെ മാത്രമല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വലിയൊരു ഓഡിയൻസിനെ ആയിരിക്കും നമ്മളിനി റെപ്രസെൻറ്റ്. അപ്പോൾ അത് തരുന്ന റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഹ്യൂജാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഒരു തരം ഒരു സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യുന്ന മ്യൂസിക് നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ കോൺഷ്യസ് ആവും, ഇത്ര ആൾക്കാരിലേക്ക് നമ്മുടെ മ്യൂസിക് പോവുകയാണ്. ഇമേജ് എന്ന് ഞാൻ പറയില്ല, കാരണം ഇമേജൊക്കെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഒരു ഫേസ്, നമ്മുടെ ഒരു മുഖം, ഒരു മ്യൂസിക്കൽ മുഖം എപ്പോഴും എന്താ പറയുക, കോൺഷ്യസ് ആയിരിക്കും. അത് ഈ സന്തോഷത്തിൻ്റെ കൂടെ അത് ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം വെയിറ്റും കൂടെ വരുന്നുണ്ട്. സ്ട്രെസ് കൂടി, തീറ്റ ഇനിയും കൂടും, ശ്രദ്ധിച്ചോളണം. ഇപ്പൊ ജിമ്മിനൊക്കെ വിടുന്നുണ്ട്, അല്ല ആളെന്നെ പോവാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാ. ഇടയ്ക്ക് രാവിലെ ഓടുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഓടുന്നുണ്ടോ? ഇപ്പൊ ആക്ച്വലി അതൊന്ന് ചാനലൈസ് ജിമ്മിന് വർക്ക്ഔട്ട് കിട്ടുന്നില്ല അങ്ങനെ ഓടാൻ. ഇപ്പൊ ജിമ്മിന് ചേർന്നതിന് ട്രെയിനറൊക്കെ വെച്ചിട്ട് ഓടിയ ചിലപ്പോ ആരാധികമാരൊക്കെ കൂടെ ഓടണമെങ്കില ഐശു കൂടെ പോകേണ്ടി വരും. വേണ്ട, അവിടെ ഫുൾ പോത്ത്, താറാവ്, ഇതൊക്കെയാണ് പറയുന്ന കഥകള്. ഞാൻ ഫോട്ടോ എടുത്തു കൊടുക്കും പോത്തിന്റെയും താറാവിന്റെയും ഒക്കെ. ഐശു കൂടെ പോവില്ലല്ലോ? ഞാൻ വീട്ടിൽ അവിടെ ഫ്രണ്ടിൽ തന്നെ എണീക്കുള്ളൂ. അങ്ങനെയല്ല, ഞാൻ വീട്ടിന്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ, അതൊരു ഇറക്കവും കയറ്റുക. എനിക്ക് അതിൽ നടന്നാലേ ഒന്ന് ഒതുങ്ങുള്ളൂ, നടന്നാൽ ശരിയായി. ഉച്ചക്ക് എണീക്കുള്ളൂ. വേറെ ഇന്റർവ്യൂ എനിക്ക് കിട്ടേണ്ട ഫുഡ് ഇല്ലാതെയോ? സത്യം ഐഷു, ശരിക്കും ഈ മനുഷ്യൻ പാവമാണോ എന്ന് ഞാൻ ചോദിക്കുന്ന, പാവമാണോ? ചില സമയത്ത് പാവാണ്, ചില സമയത്ത് എനിക്ക് തോന്നും പാവല്ല. ഭയങ്കര ടെററായി, വെറുതെ ആവശ്യമില്ലാണ്ടായിരിക്കും. ഒന്നും ഉണ്ടാവില്ല, വെറുതെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ദേഷ്യം കാണിക്കോ അതോ വെറുതെ ഇരിക്കോ? ദേഷ്യം കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്യും, അതിന്റെ വായിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. അപ്പൊ ഞാനും കൂടി ഇതാക്കിയ പിന്നെ ഫുൾ ബഹളാവല്ലോ. ഇപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കും. ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ടെററായിരുന്നു, ഇപ്പൊ മിണ്ടാണ്ടിരിക്കും, പഠിച്ചു. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഇമോഷൻസിനെ കളഞ്ഞിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും അല്ലേ? ഇങ്ങനെയാണോ? താങ്ക് യു. രക്ഷിച്ചു, ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അല്ലേ? ജിമ്മിനൊക്കെ പോവാൻ തുടങ്ങി നമ്മൾ കാണേണ്ട ഒരു യൂ ടേൺ എടുത്തേ. ഐശു, ശരിക്കും ഐശുവിന് പേടിയില്ലല്ലോ ഇപ്പോ? പേടിയൊക്കെ ഉണ്ട്. മാനേജറാണെന്ന് പറയുന്നത് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ നേരത്തെ ഇപ്പം പറഞ്ഞില്ല, ആക്ച്വലി നമ്മൾ മ്യൂസീഷ്യൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഭയങ്കര കോമൺ സാധനമാണ്. നമ്മൾ ചില നേരത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അഗണിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില ക്രിയേറ്റീവ് ബ്ലോക്സ് വരും. ഒരു പക്ഷേ ഇത് വെന്റ് ഔട്ട് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവിടെ അതിൻ്റെ അകത്ത് ഒരു ഭാഗമേ അല്ല, ഈ കാര്യം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഒരു പക്ഷേ നമ്മുടെ അത് ചിലപ്പം ഇപ്പം ഇവളും ഉണ്ട്, ഇപ്പം എൻ്റെ അസിസ്റ്റൻസും ഉണ്ട് കേട്ടോ, വിച്ചു പ്രഭു ഒക്കെ, ചിലപ്പോൾ വിൻസെൻ്റ് ഏട്ടനുണ്ട് നമ്മുടെ മ്യൂസീഷ്യൻ കോർഡിനേറ്റർ. ചിലപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തായിരിക്കും
നമ്മളെല്ലാം അങ്ങ് എക്സ്പ്രസ് ചെയ്യാം. ചില നേരത്തെ ഇവർക്കൊന്നും മനസ്സിലാവില്ല എന്താണ് ഷാമ എന്ത് പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഓക്കെ ആവും. ഐ തിങ്ക് ഇറ്റ്സ് എ ഫേസ്. അതും ഒരു ഫേസ് ആണ്. ഇപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് തോന്നി മാമൻ ഫിലിമൊക്കെ വന്ന സമയത്ത് അത്യാവശ്യം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് വന്നൊരു സിനിമയാണ്. പെട്ടെന്ന് പാട്ടുകൾ ചെയ്ത് പെട്ടെന്ന് സ്കോർ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സമയമാണ്. ആ സമയത്താണ് സംശയം എന്ന് പറഞ്ഞ മലയാളം പടം. 2 സിനിമകളൊക്കെ ഒരേ ദിവസം റിലീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് മാനേജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. ബട്ട് നൗ ബൈ ഗോഡ്സ് ഗ്രേസ് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഹായ്നാനയിൽ ഒരു പാട്ട് പാടാം. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീനർത്ഥം കാണാതെ ഇനി നീ എന്നുള്ളം മായല്ലേ. ഈ മ്യൂസിക് ഡയറക്ടറാണോ ഗായകനാണോ കൂടുതൽ ഇഷ്ടം? അത് രണ്ടും കൂടെ ബ്ലെൻഡ് ആവുമ്പോഴാണോ? രണ്ടും കൂടി. എനിക്ക് പാടുന്നത് ഇഷ്ടം, എനിക്ക് ചെയ്യുന്ന മ്യൂസിക്കുകൾ ഇഷ്ടം. ഫസ്റ്റ് സിംഗർ ആയിരിക്കും അല്ലേ? ആദ്യം ഇവൾക്ക് പാടുന്നത് കേൾക്കാനായിരിക്കും ഇഷ്ടം. മ്യൂസിക് ചെയ്യുന്നത് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ചോദിച്ചു നിനക്ക് ശരിക്കും ഞാൻ മ്യൂസിക് ചെയ്യുന്നത് ടൂൺസ് ഇഷ്ടമാണോ എന്നുള്ളത്. ചോദിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞു ഇഷ്ടമെന്ന് പറഞ്ഞു. ഇഷ്ടമാണ്. ഈ നമുക്കൊക്കെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് കമ്പോസിങ് എന്ന് പറയുന്ന പരിപാടി കുറച്ചുകൂടി ഒരു പാടുള്ള പരിപാടി ആയതുകൊണ്ട് ഇത് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഐഷുവിന്? ഉണ്ട്. ഒരു കഴിവ് തന്നെയല്ലേ, ഉള്ളിന്ന് വരണമല്ലോ. സെയിം അല്ലാത്ത രീതിക്കൊക്കെ വരണമെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. സെയിം ആവുമ്പോഴത്തേക്ക് അത്യാവശ്യം കളിയാക്കുമെന്ന് പറയാനായിട്ടോ? സെയിം ആവുമ്പോൾ ഞാൻ പറയും ഓൺ സ്പോട്ട്. ഞാൻ യൂഷ്വലി എന്ത് സാധനം കമ്പോസ് ചെയ്യുമ്പം ഡയറക്ടറിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവൾക്കും വാട്സാപ്പ് ചെയ്യും. അപ്പം യൂഷ്വലി ട്യൂണൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ഇവള് രാത്രിയൊക്കെ ആകുമ്പോൾ ഇവരൊക്കെ ഉറങ്ങും. പിന്നെ നമ്മൾ നൈറ്റിലിരുന്ന് കമ്പോസ് ചെയ്യണം. അപ്പം ഇവളുടെ വാട്സാപ്പിൽ ഈ ട്രാക്ക് ഓൾറെഡി കിടക്കും. അപ്പോൾ ഇവള് രാവിലെ ഇരുന്നേക്കും ഫസ്റ്റ് ഇത് കേൾക്കും. ഞാൻ അപ്പോഴേക്കും ചില നേരത്തെ ഡയറക്ടറിന് ഓൾറെഡി ഡെമോ അയച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഇവള് ഈ ട്രാക്ക് മറ്റേ ട്രാക്ക് പോലെയല്ലേ ഇത് മാറ്റി എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫൈനൽ വരുത്തുമ്പോൾ അതൊന്ന് മാറ്റിയില്ലെങ്കിൽ മാനേജർ ഇടപെടും. അങ്ങനെ സന്ദർഭം അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ രക്ഷപ്പെടുന്നതുണ്ട് കേട്ടോ. അതെ അതെ അങ്ങനെ ഏതൊരു ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് വരെ അങ്ങനെ വന്നു മാമല്ലേ. ഏത് സോങ് ആയിരുന്നു അതെനിക്ക് ഓർമ്മയില്ല. ഇക്കാടെ സോങ് തന്നെയായിട്ടാ തോന്നിയത്. ചിലത് വേറെ ഏതെങ്കിലും ഒക്കെ സോങ് അതൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇക്ക പറയും സ്വന്തമാണല്ലോ അതുകൊണ്ട് സാരില്ല എന്ന് പറയും. അല്ല അത് കുഴപ്പമില്ല, സ്വന്തം റെഫറൻസ് ആവാം. അത് ഞാൻ അവിടെ സ്റ്റക്കായി. ഏതോ ഒരു സോങ് ഈ അടുത്ത് എന്നിട്ട് നമ്മളൊന്ന് ട്വീക്ക് ചെയ്ത് ഏതോ ഒരു ട്രാക്ക് ഹായ്നാനാലെ തുടക്കത്തിന്റെ ഒരു 2 നോട്ട് സിമിലർ ആയിരുന്നു. പക്ഷെ അത് വേറെ ആർക്കും അറിയില്ല, നമ്മൾ മാത്രം ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ അത്രയും കേൾക്കല്ലേ, കേട്ടോണ്ടിരിക്കുന്നോണ്ട് പെട്ടെന്ന് അത് കിട്ടും.